അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇസ്തിഖാറത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഞാൻ വീഡിയോ ഇട്ടു. ഞാനത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ആ നിസ്കാരത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പറയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. നിസ്കാരത്തെക്കുറിച്ച് ഞാൻ അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ആളുകൾ വാച്ച് ചെയ്യുന്നതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അൽഹംദുലില്ലാ ഈ ഒരു 37,000 ആളുകളിലോട്ടൊക്കെ എത്തി എന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അൽഹംദുലില്ലാ, സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. കുറേ ആളുകൾ വാച്ച് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് അവർക്ക് നിസ്കരിക്കാനുള്ള താല്പര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിസ്കാരം എന്ന് ചോദിച്ചിട്ടുള്ള പല പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളുണ്ട്. ഞാൻ എല്ലാ കമൻറ്റുകളും കാണുന്നുണ്ട്. അതിന് ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ റിപ്ലൈയും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത്രയും സപ്പോർട്ട് ഇൻഷാ അള്ളാ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ഈ നിസ്കാരം എന്താണ്? ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാണ് ഖൈറിനെ തേടിയുള്ള നിസ്കാരം. ഖൈറിനെ തേടിയുള്ള നിസ്കാരം എന്നത് നമ്മൾ നിസ്കരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഹലാലായ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത സമയത്ത്, അതായത് സംശയമാണ്, അതായത് ഇത് ചെയ്താൽ ശരിയാവോ, ഏതാണ് ഖൈറ് എന്ന കാര്യത്തിൽ സംശയമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് സംശയമുള്ള കാര്യത്തിൽ ആ സമയത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിസ്കരിച്ച സമയം എന്ന് പറഞ്ഞത്, എനിക്കിപ്പോൾ 2 സ്കൂളുകളായിരുന്നു എൻ്റെ മുന്നിൽ ഓപ്ഷൻ വന്നത്. അത് എനിക്ക് ഹൈറായത് ഏതാണ് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത് നിസ്കരിച്ചതും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്മിൽ എൻ്റെ ഹൈറായത്, എൻ്റെ ഭാവിക്ക് എന്താണ് ഹൈറായത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിസ്കരിച്ചിരുന്നത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ 2 ജോലി ഒരേ സമയം വന്നു. അപ്പോൾ ഏത് ജോലിയിലോട്ട് പോയാലാണ് നമുക്ക് അതിൽ ഹൈർ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്, സംശയമാണെന്നുള്ള അവസരങ്ങളിൽ, അല്ലെങ്കിൽ ഈവൻ ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഇത് 2 കാര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ 3-4 കാര്യങ്ങൾ വന്നു, ഏത് കാര്യങ്ങൾ ചെയ്യലാണ് ഹൈറ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിസ്കാരം നിസ്കരിക്കുക. ആ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയെന്ന് വെച്ചാൽ, അതിൻ്റെ സമയം പറയാണ്. അതായത് സമയം, പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അത് നമുക്ക് നിസ്കാരം അനുവദനീയമായിട്ടുള്ള ഏതൊരു അവസരങ്ങളിലും നിസ്കരിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു അലി മുഹമ്മദ് എന്നൊരു സബ്സ്ക്രൈബർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് നിസ്കാരം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നിസ്കാരത്തിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു കമൻ്റ് ഉണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. വളരെ വളരെ നന്ദിയുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ അതിനെ വിനിയോഗിക്കുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നിസ്കാരത്തിൻ്റെ സമയം പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ബട്ട് നമ്മൾ ഏതൊരു നിസ്കാരത്തിനും, അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് കൂടുതലായിട്ടുള്ള മഹത്വം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്വീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടുന്നത് ഏറ്റവും നല്ല ഉത്തമമായ സ്ഥലം, സമയം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിന് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഞാൻ നിസ്കരിച്ചത്, എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പത്തെ കാര്യമാണല്ലോ, 10-15 വർഷം മുമ്പത്തെ കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഓർമ്മ ഉള്ളത്, തഹജ്ജുദിൻ്റെ സമയത്ത് എനിക്ക് സുബ്ഹിന് മുമ്പുള്ള സമയത്ത് പ്രത്യേകം നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന 2 സമയങ്ങളാണ്. ഒന്ന് മഗ്‌രിബിന് മുമ്പുള്ള സമയം, അതായത് അസർ കഴിഞ്ഞ് മഗ്‌രിബിന് മുമ്പുള്ള ആ സമയമുണ്ട്. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയവും, അതുപോലെ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം. ഈ 2 സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം. അതുപോലെ അർദ്ധരാത്രി, ആ 3 സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം. പിന്നെ ദിവസം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച രാത്രി, ഏത് വെള്ളിയാഴ്ചയുടെ രാവിലെ, വ്യാഴാഴ്ച രാത്രി നിസ്കരിക്കാം. അതുപോലെ തിങ്കളാഴ്ച രാവിലെയൊക്കെ നിസ്കരിക്കാം. ഇതൊക്കെ നല്ല ദിവസവും നല്ല സമയങ്ങളാണ്. പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കേണ്ടത് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ, അതിന് പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സമയമോ ദിവസമോ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആ സമയത്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നുള്ളത് മാത്രം. പിന്നെ നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതായത് ഖിബ്ലക്ക് മുന്നിട്ടിട്ട് നമുക്ക് ഏറ്റവും
അധികം സൗണ്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട്, അതായത് നമുക്ക് ഒരു ഏകാഗ്രമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്യുന്നത് ഇസ്തിഖാരത്തിൻ്റെ, അതായത് ഖൈറിനെ തേടിയുള്ള എന്ന് മലയാളത്തിൽ വെക്കാം. ഇസ്തിഖാരത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലയ്ക്ക് മുന്നിട്ട് അതായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക. സാധാ പോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന പോലെ തന്നെ നിസ്കരിക്കാം. അതിൽ ഏറ്റവും അഭികാമ്യമായ, അതായത് സുന്നത്തായിട്ടുള്ളത് സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിലും ഓതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചൊല്ലി ഓതിയിട്ട് സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞിട്ട് ഇതിന് മുമ്പ് തന്നെ, അതായത് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഖൈറിനെ തേടിയാണല്ലോ. അപ്പോൾ എന്ത് കാര്യത്തിലുള്ള ഖൈറാണെന്നുള്ളത് നമ്മളെ മനസ്സിലൊന്നും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ജോലിക്ക് ഉള്ള കാര്യത്തിലാണോ, അല്ലെങ്കിൽ കല്യാണ കാര്യത്തിലാണോ, അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിലാണോ, എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചിന്ത വേണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ ശേഷം ദുആ എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. ദുആ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന പോലെ തന്നെ ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെല്ലുന്നത് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മൾ മനസ്സിരുത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്ത് കാര്യത്തിലാണ്, അതായത് കാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹു ആണല്ലോ. മലയാളത്തിൽ ദുആ ചെയ്താൽ മതി, അതായത് അറബിയിലൊന്നും വേണം നിർബന്ധമില്ല. മലയാളത്തിലാണ്. എല്ലാം കാണുന്നവനും അറിയുന്നവനും അള്ളാഹു ആണല്ലോ. അതായത് നമ്മുടെ എല്ലാ ഭാവിയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹുവിനെ അറിയുന്നവൻ, രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു ആണല്ലോ. അള്ളാഹുവേ, എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഖൈറായത് ഏതാണോ അത് എനിക്ക് തോന്നിപ്പിച്ച് തരണേ, അതെനിക്ക് ചെയ്യാനും ആ കാര്യത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാനും നീ തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. പിന്നെ ആ കാര്യത്തിനെക്കുറിച്ച് ഒരു 2-3 പ്രാവശ്യം അള്ളാഹുവിനോട് മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം അള്ളാഹു ഇൻഷാ അള്ളാഹ് എന്തായാലും ഖൈറായത് ഏതാണോ നമുക്കത് തോന്നിപ്പിച്ച് തരും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കും ഇങ്ങനെ നല്ലൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു നിസ്കാരം എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഖൈറായത് ഏതാണോ, അതായത് ഹലാലായ കാര്യത്തിൽ ഖൈറായത് ഏതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ഖൈറായത് ഏതാണോ അത് തോന്നിപ്പിച്ച് തരും. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ പിന്നെ വേറെ പുതിയ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. കാരണം അതിലാണ് ഇസ്ലാമിക് ചലഞ്ച് ആണ് ഞാൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഇസ്ലാമിക് ചലഞ്ചാണ് എന്നെ കുറേ അധികം മാറ്റം വരുത്തിയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. അതായത് പണ്ട് ചെറുതായിട്ടുണ്ടായിരുന്നു, അത് ചെറിയ രീതിയിൽ ഫോളോ അപ്പൊക്കെ കുറച്ച് കുറഞ്ഞ് വന്നു. അത് പിന്നെ വീണ്ടും എൻ്റെ നല്ലൊരു വേർഷനിലോട്ടായി മാറിയത് ഇസ്ലാമിക് ചലഞ്ച് തുടങ്ങിയ ശേഷം മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക് ചലഞ്ച് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് ആക്റ്റീവ് ഇപ്പോൾ കുറവാണ്, കുറച്ചൊക്കെ ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മുതൽ, അതായത് കുറേ ആളുകൾ നമുക്ക് ഇതേപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ. അപ്പോൾ അവരെന്തായാലും ഞാൻ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ വഴി ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇൻഷാ അള്ളാ ഡെയിലി ടാസ്ക്കായിട്ട് മോർണിംഗ് ടാസ്ക് ആൻഡ് ഈവനിങ് ടാസ്ക് ആയിട്ടിടാം. അത് നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക. ആരാണ് അത് ചെയ്തതെന്നുള്ളത് ആരും അറിയാൻ പോകുന്നില്ല. സോ ഇതിപ്പോൾ ആരും അറിയാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്താൽ തന്നെ ഞാൻ മീൻസ് ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് വീണ്ടും ഇതേപോലെ ടാസ്കുകൾ ഇടാനും അതുപോലെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പ്രചോദനം നൽകാനും എനിക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കിപ്പോൾ കൂടുതൽ കണ്ടൻറ് ഉണ്ടാക്കാൻ, അതായത് കൂടുതൽ അറിവുണ്ടെങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് തോന്നിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇസ്ലാമിക് കാര്യങ്ങളിൽ കൂടുതൽ
കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ ശ്രമിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിപ്പോൾ കടലോളമാണ് അറിവ് എന്നുള്ളത്. അതിലൊരു തുള്ളി കിട്ടിയാൽ തന്നെ അത് നമ്മൾ അൽഹംദുലില്ലാ അത് ഒരു ഖൈറാണ്. അപ്പോൾ അത് നിങ്ങളും കൂടുതലായിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഞാനും വലിയ ഉസ്താദോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഞാൻ മദ്രസ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് മാത്രം ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഉസ്താദുമാരും അങ്ങനെ പിന്നെ ചില ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള അറിവുകളാണ് എനിക്കുള്ളത്. സോ നിങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് രജബ് പ്ലാനറാണ്. ഇൻ കേസ് ആർക്കെങ്കിലും ഇസ്ലാമിക് ചലഞ്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, അതേ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇതേപോലെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇസ്ലാമിക് ചലഞ്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും രജബ് പ്ലാനറും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ബട്ട് ഇസ്ലാമിക് ചലഞ്ചിൽ നമ്മൾ പോയിൻ്റ് വൈസ് ഇട്ടായിരുന്നു. മറ്റേതിൽ ജസ്റ്റ് ടിക്കും ഇൻറ്റു മാർക്കൊക്കെ ഉള്ളൂ. പോയിൻ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസമുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾ പല ആളുകളും വീഡിയോസ് ഫുള്ള് കാണാതെ ഇത് 1-2 മിനിറ്റ് മാത്രം കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഏത് നിസ്കാരം എന്ന് പോലും കമൻറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ നിസ്കാരത്തിനെ കുറിച്ചും നിയ്യത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.